സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവു മാത്രമല്ല. പ്രിയപ്പെട്ട ഡോക്ടർ, ഞാൻ രാധ, 21 വയസ്സാവുന്നു. PG 1ാം വർഷ വിദ്യാർത്ഥിനി. ഇനി എൻ്റെ പ്രശ്നം പറയാം. ഒരാളെ ഞാൻ പ്രേമിക്കുന്നു. ഇതിലെന്ത് പ്രശ്നം എന്ന് ഡോക്ടർക്ക് തോന്നാം. ഇക്കാലത്ത് പ്രേമം ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ പ്രേമിക്കുന്ന ഈ ആൾ ഒരു നോവൽ, 14 കഥകൾ എന്നിവ എഴുതിയ മലയാളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരനാണ്. അതിലും പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇനി പറയുന്നതിലാണ് കുഴപ്പം. എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്ക് 38 വയസ്സുണ്ട്. ഒന്നും രണ്ടുമല്ല, 38. എന്നെ സംബന്ധിച്ച് ഇതിലൊരു ചുക്കുമില്ല. കാരണം ഈ ആളിൻ്റെ വയസ്സല്ലല്ലോ ഞാൻ ആദ്യം കണ്ടത്, കഥയല്ലേ. ഇനി ഞാൻ എൻ്റെ പ്രശ്നത്തിലേക്ക് വരാം. മാത്തമാറ്റിക്സ് പ്രൊഫസറായ എൻ്റെ അച്ഛന് കഥയെഴുത്തുകാരന്മാരെയും കലാകാരന്മാരെയും പുച്ഛമാണ്. വട്ടക്കേസുകൾ എന്നാണ് വിളിക്കുക. അച്ഛനെ സർവ്വവിജ്ഞാനകോശമായി കാണുന്ന അമ്മയും ഈ ബന്ധം സമ്മതിക്കില്ല. പത്രവായന പോലും അലർജിയായ ഗിരിജ ചേച്ചിയും, വിവാഹം കഴിഞ്ഞ പുള്ളിക്കാരത്തി ഇപ്പോൾ മുംബൈയിലാണ്, എതിർക്കുകയേയുള്ളൂ. ഒരു നല്ല കൂട്ടുകാരിയുണ്ട് എനിക്ക്, പക്ഷേ അവളും മുഖം തിരിച്ച് നിൽപ്പാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ആകെ നിസ്സഹായ. അതുകൊണ്ടാണ് അങ്ങയുടെ ഉപദേശം തേടുന്നത്. അതിന് വേറൊരു കാരണവുമുണ്ട്. അങ്ങയുടെ 3 മനഃശാസ്ത്ര പുസ്തകങ്ങളും ലൈബ്രറിയിൽ നിന്നെടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ വാരികയിലെ അങ്ങയുടെ സ്ഥിരം പങ്ക്തിയും. ഞാനതിൻ്റെ സ്ഥിരം വായനക്കാരിയാണ്. ശ്വാസം മുട്ടിക്കുന്ന ഏത് പ്രശ്നവും പുഷ്പം പോലെ അങ്ങ് സോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, കെട്ടിക്കോട്ടെ ഞാൻ ഈ മനുഷ്യനെ? കത്ത് ഗാഥ 2 വട്ടം വായിച്ചു. പിന്നെ തലേന്ന് വാങ്ങിവെച്ച പോസ്റ്റ് കവറിലാക്കി മേൽവിലാസം എഴുതി. ആദ്യമായിട്ടാണ് ഒരു വാരികയിലേക്ക് കത്തെഴുതുന്നത്. കത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ യഥാർത്ഥ പേര് കൊടുക്കില്ലെന്ന് പത്രാധിപരുടെ ഉറപ്പുണ്ട്. എങ്കിലും ഗാഥയ്ക്ക് പകരം രാധ എന്നാണ് അവൾ എഴുതിയത്. മേശവലിപ്പിൽ നിന്ന് ഗം എടുത്ത് കവറൊട്ടിച്ചു. കവർ ഫയലിനുള്ളിലാക്കി മേശവലിപ്പിലേക്ക് ഭദ്രമായി വെച്ചുപൂട്ടി. എന്നിട്ട് വിശേഷിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങി. പക്ഷേ മനസ്സ് പുസ്തകത്തിന് പുറത്തു കടന്നു. 2 കൊല്ലത്തിന് പിന്നിലേക്ക് ചാടി. അന്നത്തെ ഒരു പകൽ, വിമൻസ് കോളേജ് ഓഡിറ്റോറിയം. അവിടെ വലത് കൈകൊണ്ട് മൈക്കിൽ മൃദുവായി പിടിച്ച് നിറഞ്ഞു കവിഞ്ഞ പെൺപടയെ നോക്കി ആണത്തം നിറഞ്ഞ ഒച്ചയിൽ ഗൗതം രാഘവൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അബദ്ധം പറ്റിയോ പെൺപൂക്കളെ? യുവതലമുറയെ ഒന്നടങ്കം സിനിമയോ ക്രിക്കറ്റോ വിഴുങ്ങിയ കാലത്ത്, വായന മഹാപാപമായ ഈ കാലത്ത്, ഒരു ഫിലിം സ്റ്റാറോ ക്രിക്കറ്ററോ അല്ലേ ഈ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് വരേണ്ടത്? എന്തിനു ഞാൻ? പേന കൊണ്ട് ജീവിക്കുന്ന ഒരുത്തൻ. നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ബ്ലണ്ടർ. എന്തായാലും ഇത്തവണ പറ്റി. ഇനിയൊരിക്കലും പറ്റരുതേ. ആ തുടക്കമേറ്റു. ആ സ്വയം പരിഹാസത്തിലൂടെ ഗൗതം രാഘവൻ പെൺകുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ചടങ്ങ് തീർന്ന ഉടൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ലെനയും ഒരു സംഘവും നേരെ ഗാഥയുടെ അടുത്തെത്തി. അവളുടെ കൈ പിടിച്ച് കുലുക്കി. താങ്ക്സ് ഡി ഗൗതം രാഘവൻ, ഹീ സൂപ്പർബ്. ആ ആനന്ദി പറഞ്ഞതിന് കാരണമുണ്ട്. കത്തി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ന്യൂജൻ ഫിലിം സ്റ്റാറിനെ വിളിക്കാനായിരുന്നു ഭൂരിപക്ഷം കുട്ടികളുടെയും മോഹം. ഗാഥയും രേഖയുമാണ് ഗൗതമിൻ്റെ പേര് പറഞ്ഞത്. എല്ലാ കൊല്ലവും ചായം തേച്ച ചോക്ലേറ്റ് മുഖമല്ലേ വരാറ്? ഇത്തവണ ഒരു മാറ്റമായി കൂടെ? ഒടുവിൽ തീരുമാനമായി. പക്ഷെ പെൺകുട്ടികൾ ഒന്നായി പറഞ്ഞു, റൈറ്റർ ആയിക്കോട്ടെ, പക്ഷേ കിളവനാകരുത്. അങ്ങനെ അയാൾ വന്നു. കിളവനല്ല, യുവാവുമല്ല, മധ്യവർത്തി. അല്ലെങ്കിൽ യുവത്വത്തിന് ഒരു പുതിയ ഭാഷ്യം. സുന്ദരമായ താടിമീശകൾ തടവിക്കൊണ്ട് ഉജ്ജ്വലമായി പ്രസംഗിച്ച് ഗൗതം രാഘവൻ പെൺപിള്ളേരെ കയ്യിലെടുത്തു. പ്രസംഗം കഴിഞ്ഞ് ഗൗതം കാറിന് നേർക്ക് നടന്നതും ഗാഥ ലേഖയും കൂട്ടി പുറകെ ചെന്നു. ഗാഥ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് സാറിനെ വിളിക്കാൻ പ്രസ് ചെയ്തത്. ഓഹോ, അനുശോചനങ്ങൾ. അല്ല സർ, അഭിനന്ദനങ്ങൾ എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട്? നന്നായി എഴുതുന്ന പല റൈറ്റേഴ്സും മോശം പ്രസംഗക്കാരാണ്. പക്ഷേ യു ആർ ഡിഫറൻറ്റ്. ബെസ്റ്റ് സ്പീച്ച്. താങ്ക്സ്. എല്ലാവരും ഇനി ഫിക്ഷൻ വായിച്ചു തുടങ്ങും. ലോകം മുടിയാൻ വേറൊന്നും വേണ്ട. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. പൊതുവെ കഥയുടെ ഭംഗി
കഥാകാരനുണ്ടാവില്ല. ഇവിടെ രണ്ടും സംഭവിച്ചിരിക്കുന്നു. നല്ല ഹൈറ്റ്, ലേശം നരച്ച സുന്ദരമായ താടിമീശകൾ, മുഴക്കമുള്ള വോയിസ്. സിനിമയിൽ ഒരു കൈ നോക്കണോ ഹീറോ വേഷം? വേണ്ട സർ, നടനേക്കാൾ എത്രയോ ഹൈറ്റിലാണ് റൈറ്റർ. ബ്രില്യൻറ്റ്. എന്താ കുട്ടിയുടെ പേര്? അവൾ പേര് പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മുടെ പേരുകളിൽ കോമൺ ആയൊന്നുണ്ടല്ലോ, ഗ. അപ്പോഴാണ് അവളും അത് ശ്രദ്ധിച്ചത്. ഗാഥ, ഗൗതം, ഗ. ഗാഥ, ഗൗതം, ഗ. കാർ അകന്നു പോയിട്ടും പിന്നെയും ഇത്തിരി നേരം കൂടി ഗാഥ അങ്ങനെ നിന്നു. ആ ഗാ പോയി. എന്നിട്ടും ഈ ഗാ എന്താ അനങ്ങാത്തത്? കയ്യിൽ തട്ടി വിളിച്ച് ലേഖ ചോദിച്ചു. മറുപടി വന്നില്ല. അവിടെയായിരുന്നു ആരംഭം. പിന്നെ ഗൗതമിൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ചു. ആദ്യത്തെ ഫോൺ ചെയ്യലിന് രേഖയുണ്ടായിരുന്നു ഒപ്പം. അവൾ സംശയിച്ചതുമാണ്. വേണോ ഈ പരിചയം പുതുക്കൽ? ഗാഥ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊരു ക്രെഡിറ്റ് അല്ലേടി. കക്ഷി എന്നെ ഓർത്താൽ അതൊരു നേട്ടമല്ലേ? വിളിച്ചു. ഗാഥയുടെ അത്ഭുതത്തിന് അതിരില്ലായിരുന്നു. ഫോണിൻ്റെ മറുതലയ്ക്കൽ അതാ നിൽക്കുന്നു മലയാളത്തിൻ്റെ ഗൗതം രാഘവൻ. ഞാൻ ഗായാണ്. ഓ ഗാ, ഗാഥ. ആഹ്ലാദം സഹിക്കാഞ്ഞ് ഗാഥ രേഖയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ഈശ്വര, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല സർ. എൻ്റെ പേര് ഓർമ്മിച്ചല്ലോ. ഓർമ്മകളാണ് എഴുത്തുകാരൻ്റെ മൂലധനം. ഓരോർമ്മയും അവന് നിസ്സാരമല്ല. നല്ലതും ചീത്തയും. അവൻ്റെ സ്വകാര്യ ബാങ്കിലെ സ്ഥിര നിക്ഷേപമാണത്. എവിടുന്ന് കിട്ടി എൻ്റെ മൊബൈൽ നമ്പർ? അതൊക്കെ കിട്ടി. രേഖ ഗാഥയുടെ കയ്യിൽ തൊട്ട് സൂചിപ്പിച്ചു. മതി, നിർത്താം. പക്ഷേ ഗാഥ തുടരുകയായിരുന്നു. അയാൾ എഴുതുന്ന പുതിയ കഥയെപ്പറ്റി, അയാളുടെ നാടിനെപ്പറ്റി, വീടിനെപ്പറ്റി, പിന്നെ സ്വന്തം വീട്ടുകാര്യങ്ങൾ. അപ്പോഴും രേഖ കയ്യിൽ അമർത്തി തൊട്ടു. നീ അതിരി വിടുന്നു ഗാഥേ, അവസാനിപ്പിക്ക് ഈ ഡയലോഗ്. രേഖയുടെ ഇടപെടൽ സഹിക്കാതായപ്പോൾ ഗാഥ അവസാന ചോദ്യം ചോദിച്ചു. ഇടയ്ക്ക് വിളിച്ചാൽ ശല്യമാകുമോ? എഴുത്തിലാണെങ്കിൽ ശല്യമാകും. എഴുത്തിലാണെന്ന് എങ്ങനെ അറിയും? ഫോൺ നിശബ്ദമായിരിക്കും. സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ശല്യമാകും? ശല്യമാകാതിരിക്കാനാണ് സ്വിച്ച് ഓഫ് ആക്കുന്നത്. എപ്പോഴാ സ്വിച്ച് ഓൺ ആക്കുന്നത്? എഴുതാത്തപ്പോൾ. അതെങ്ങനെ അറിയും? സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ തീർച്ചയായും സ്വിച്ച് ഓൺ ആയിരിക്കും. ആകെ കൺഫ്യൂഷനായി. അത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ കുറച്ചു നേരം പോയി ഡയലോഗ്. അത് അവസാനിച്ചതും പെരുവെള്ളപ്പാച്ചിൽ പോലെ ഗൗതം രാഘവനിൽ നിന്ന് അറിഞ്ഞതത്രയും രേഖയോട് ഗാഥ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം രേഖ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ നീ അങ്ങനെ ചോദിച്ചത്? ഇടയ്ക്ക് വിളിച്ചാൽ ശല്യമാകുമോന്ന്? അത് മാനേഴ്സല്ലേ. ഗൗതം സാർ വലിയൊരു എഴുത്തുകാരനല്ലേ. വിളിക്കുമ്പോൾ നമ്മൾ സമയവും കാലവും നോക്കണ്ടേ? അപ്പോൾ നീ ഇനിയും വിളിക്കുമെന്നാണോ? പിന്നല്ലാതെ. രേഖ ഗാഥയെ സൂക്ഷിച്ചു നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ? ഇനി ഗൗതം സാറിനെ വിളിക്കരുതെന്നല്ലേ? അതെ. എന്താ തെറ്റി വിളിച്ചാൽ? ഒരു റൈറ്ററെ ഒരു റീഡർ വിളിക്കുന്നു, സംസാരിക്കുന്നു. അതിലെന്താ അപാകത? ഇപ്പോഴില്ല, പക്ഷേ നാളെ അതുണ്ടായിക്കൂടുന്നില്ല. ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാലും അതൊരഭിമാനമല്ലേ? എയോ ബിയോ സിയോ അല്ലല്ലോ. മലയാള കഥയിലെ താരമല്ലേ. അത് നടന്നാൽ പിന്നെ ഈ ഗാഥ ആരാ? മതി ഭ്രാന്ത് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വേണ്ട ആ കോണ്ടാക്റ്റ്. ആ മനുഷ്യൻ്റെ വഴി വേറെ, നമ്മുടെ വഴി വേറെ. രേഖ പറഞ്ഞു തീർത്തു. അതോടെ ഗാഥയ്ക്ക് അവളെ ഒളിക്കാൻ രഹസ്യങ്ങളായി. ഗൗതം രാഘവനെ ഗാഥ വീണ്ടും വീണ്ടും വിളിച്ചു. 6 ഫോൺ സംഭാഷണങ്ങൾ. അടുത്ത കൂട്ടുകാരി പോലും അറിയാത്ത സംഭാഷണങ്ങൾ. പക്ഷേ രേഖ എല്ലാം അനുമാനിച്ചറിയുന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും അകത്ത് പ്രേമമുണ്ടെങ്കിൽ എത്ര മറിച്ചാലും അത് വെളിപ്പെടും. കള്ളൻ്റെ കയ്യിലെ കളവ് മുതൽ പോലെയാണത്. ലോകമേ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാവും ഭാവം. പക്ഷേ ഒരിക്കൽ അവനല്ലെങ്കിൽ അവൾ പിടിക്കപ്പെടും. നീ അത് വിട്ടില്ല അല്ലേ? രേഖ ഒരു ദിവസം ചോദിച്ചു. ഗാഥ ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ. മരക്കൊമ്പിലേക്ക് നോക്കി. പക്ഷികൾ. ഭൂമിയിലേക്ക് നോക്കി. പുഴ, ചെടികൾ, പൂക്കൾ. എല്ലാ അനുരാഗികളെയും പോലെ ഗാഥയ്ക്കും ലോകം പൊതുവെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. എന്താ നിന്റെ ഉദ്ദേശ്യം? രേഖ മേഘങ്ങളിൽ നിന്നും അവളെ വലിച്ചു താഴെ ഇറക്കി നിർത്തി ചോദിച്ചു. ഗാഥ വീണ്ടും മേഘങ്ങളിലേക്ക് പോയി.
മേഘങ്ങളിലിരുന്ന് താഴേക്ക് നോക്കി ഭൂമിയിലെ ചെറുജീവിയായ രേഖയോട് മന്ത്രിച്ചു. അറിഞ്ഞൂടാ, പക്ഷേ ഞങ്ങളിപ്പോൾ നല്ല അടുപ്പത്തിലാണ്. കാണുമോ ഇനി ആ മനുഷ്യനെ? സത്യം പറയട്ടെ, കണ്ടേ തീരൂ എന്ന് ഞാൻ പറഞ്ഞു. കാണാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. എന്താണ് നിനക്ക് അയാളോട്? നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഗൗതം രാഘവൻ്റെ കാമുകിയാകുന്നു. ഞങ്ങൾ പ്രേമബന്ധത്തിലാണ്. അദ്ദേഹം ഇതറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. വൺ വേയോ? തൽക്കാലം. രേഖയുടെ പുരികങ്ങൾ ഉയർന്നു. അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഗാഥ വീണ്ടും ഫോൺ ചെയ്തു. എന്നാണ് കാണുക? ഗൗതം രാഘവൻ കൃത്യമായി പറഞ്ഞു, നാളെ. ഈശ്വര, നാളെയോ? അതെ, തൻ്റെ നാട്ടിൽ നാളെ ഞാൻ എത്തുന്നു, ഒരു ബലിയിടാനായി. ഒരു കാലത്ത് തൻ്റെ നാടിൻ്റെ സൗഭാഗ്യമായിരുന്ന ഇന്ന് വറ്റിവരണ്ട് മരിച്ചുപോയ ആ തടാകത്തിന് ബലിയിടാൻ. സൂപ്പർബ്. ഞാൻ മാത്രമല്ല, ഒപ്പം കേരളത്തിലെ പ്രകൃതി സ്നേഹികളായ 9 എഴുത്തുകാരുമുണ്ട്. 7 ആണും 3 പെണ്ണും. സ്വർഗം ഉമ്മറത്തെത്തിയെന്നാണ് ഗാഥയ്ക്ക് തോന്നിയത്. അവൾ അപ്പോൾ തന്നെ രേഖയുടെ വീട്ടിലേക്ക് ഓടി. അവളോട് വിവരം പറഞ്ഞു. നാളെ ബലിയിടലിന് കൂടെ വരണം. വരാനാവില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും രേഖയ്ക്ക് വഴങ്ങേണ്ടി വന്നു. പക്ഷേ കാലത്ത് വീട്ടിൽ നിന്നിറങ്ങിയതും വിശ്വനാഥൻ നായർ ഗാഥയോട് കാര്യം ചോദിച്ചു. അവൾ പത്രമെടുത്ത് കാണിച്ചു. വാർത്ത കണ്ട് വിശ്വനാഥൻ നായർക്ക് ചിരിയാണ് വന്നത്. തടാകത്തിന് ബലി. ഇതല്ലേ ഞാൻ പറയുന്നത്, ഈ റൈറ്റേഴ്സൊക്കെ വട്ടന്മാരാണെന്ന്. ഇവനെയൊക്കെ പിടിച്ച് ചങ്ങലക്കിടണം. തടാകത്തിൻ്റെ മരണവും ബലിയും ഒന്നുമല്ല അച്ഛാ. എൻ്റെ ലക്ഷ്യം വേറെയാണ് എന്ന് വിളിച്ചു കൂവാൻ തോന്നി ഗാഥയ്ക്ക്. പക്ഷെ അത് പറ്റില്ലല്ലോ. കുറേ അപേക്ഷിച്ചപ്പോൾ വിശ്വനാഥൻ നായർ സമ്മതിച്ചു. പിന്നെ രേഖയുടെ കൈയും പിടിച്ച ഒരു ഓട്ടമായിരുന്നു തടാകം വരെ. തടാകത്തിൻ്റെ വരണ്ട നെഞ്ചിൽ മലയാളത്തിൻ്റെ 10 എഴുത്തുകാർ പ്രതീകാത്മകമായ ബലിയിട്ടു. 3 പെണ്ണെഴുത്തുകാരും 7 ആണെഴുത്തുകാരും. ഗാഥയുടെ കണ്ണുകളാവട്ടെ 10ൽ ഒരാളെ ഒഴികെ മറ്റാരെയും കണ്ടില്ല. ശ്രാദ്ധം കഴിഞ്ഞ് ഗൗതം രാഘവൻ കയറി വന്നതും അവൾ ഓടിയെടുത്ത് ചെന്നു. ഒറ്റയ്ക്ക് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഗാഥ പറഞ്ഞു. 10 പേരും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഉടനെ മടങ്ങുമോ? എന്താ, വീട്ടിലേക്ക് ക്ഷണിക്കാനാണോ? അയ്യോ, അതൊരിക്കലും നടക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛൻ ഇഷ്ടമല്ല എഴുത്തുകാരെ. കണക്ക് പ്രൊഫസറാണ് അച്ഛൻ. ന്യായമാണ് അച്ഛൻ്റെ ധാരണ. കണക്ക് തെറ്റിയവരല്ലേ ഞങ്ങൾ. അക്ഷരരോഗികൾ. ചിട്ടപ്പടിയുള്ള ചിന്തകളില്ല, രീതികളില്ല. പാളത്തിലൂടെയല്ല, പാളം വിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഓടുക. അച്ഛൻ്റെ വ്യൂ 100% ശരി. അച്ഛൻ്റെ ശരി മകൾക്ക് തെറ്റാണെങ്കിലോ? ഗൗതം ഗാഥയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ചിരിച്ചു. ഗാഥ മൂകമായി അയാളോട് പറഞ്ഞു, ഇതാ ഈ വരണ്ട തടാകം സാക്ഷിയായി ഞാൻ പറയുന്നു. കഥാകാര, ഭ്രാന്ത, നിങ്ങളെ ഞാൻ അത്യഗാധമായി സ്നേഹിക്കുന്നു. എൻ്റെ പുരുഷനായി നിങ്ങളെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. പാളം വിട്ട് സഞ്ചരിക്കുന്ന നിങ്ങളെ, അക്ഷരമല്ലാതെ മറ്റൊരു യജമാനുമില്ലാത്ത നിങ്ങളെ, നിങ്ങൾക്ക് ദൈവം തന്ന ഭ്രാന്തിനെ ഇനി അറിയേണ്ടതൊന്നേയുള്ളൂ, നിങ്ങളെന്നെ സ്വീകരിക്കുമോ എന്ന്. അപ്പോൾ അത്ര നേരവും ദൂരെ നിന്നിരുന്ന രേഖ എന്തോ അപകടം മണത്ത് അവർക്കടുത്തേക്ക് ചെന്നു. ഓ, കൂട്ടുകാരി ഉണ്ടായിരുന്നോ? ഗൗതം രേഖയെ നോക്കി ചിരിച്ചു. അവളാകട്ടെ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് എഴുത്തിൽ താല്പര്യമില്ല. അതുകൊണ്ട് എഴുത്തുകാരോട് ആരാധനയുമില്ല. നല്ല വാർത്ത. എന്നാൽ ഇവൾക്കിത് രണ്ടുമുണ്ട്. അറിയാം, ഇവൾക്ക് സാറിനോട് പ്രേമമുണ്ട്. അതറിയാമോ? ഊഹിക്കുന്നു. സാറിനോ? ഹൃദയമുള്ള ആരാണ് പ്രേമിക്കാത്തത്? രേഖ ഗാഥയുടെ നേർക്ക് നോക്കി. ഗാഥയാവട്ടെ അത് കേട്ടതും മേഘങ്ങളിലേക്ക് ഉയർന്നു. പറയാൻ ഉദ്ദേശിച്ചത് പറയാതെ തന്നെ ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു. പ്രപഞ്ചത്തിന് മുകളിൽ വിശ്രമിക്കുന്ന ദൈവത്തിന് കോടി നന്ദി. ഇനി എന്താണ്? ലേശം പതർച്ചയോടെ രേഖ ഗൗതം രാഘവനോട് ചോദിച്ചു. അത് ഗാഥയാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോഴേക്കും തടാകത്തിൽ നിന്നും ബാക്കി 9 എഴുത്തുകാരും കയറി വന്നു. അവർ ഗൗതമിനെ വിളിച്ചു. മടക്കയാത്രയ്ക്കായി ഇന്നോവ സ്റ്റാർട്ടായി നിൽക്കുന്നു. ഞാൻ നിശ്ചയിച്ച് ഗാഥയ്ക്ക് വാചകം പൂർത്തിയാക്കാനായില്ല. അതിനു മുമ്പ് അവരെല്ലാം അടുത്തെത്തുകയും ഗൗതമിനെയും കൊണ്ട് കാറിനടുത്തേക്ക് പോവുകയും ചെയ്തു. കാർ അകലുമ്പോൾ
അവളെ നോക്കി അയാൾ കൈവീശി കാട്ടി. ആ വാഹനവും 9 മനുഷ്യരും കൂടി തൻ്റെ ചങ്ക് പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് ഗാഥയ്ക്ക് തോന്നിയത്. പെട്ടെന്ന് ഗാഥയുടെ മുഖം തനിക്ക് നേരെ പിടിച്ച് തിരിച്ച് അമ്പരപ്പോടെ രേഖ ചോദിച്ചു, എന്താ നീ പറയാൻ വന്നത്? നീ നിശ്ചയിച്ചു കഴിഞ്ഞെന്നോ? എന്ത്? ഗാഥ അതിനുത്തരം പറഞ്ഞില്ല. അവൾ നടന്നു. പിന്നാലെ ചെന്ന് പിടിച്ചു നിർത്തി രേഖ ചോദിച്ചു, അങ്ങനെ മിണ്ടാതെ പോയിട്ട് കാര്യമില്ല. എന്താ നിന്റെ മനസ്സിൽ? ആദ്യമേ ഞാനിത് പറഞ്ഞതാണ് അല്ലേ? കേട്ടില്ല. എന്നിട്ട് ഇത് ഇവിടെ വരെ എത്തിച്ചു. ആരാ ഈ ഗൗതം രാഘവൻ? എന്താ അയാൾക്ക് വിശ്വനാഥൻ സാറിൻ്റെ മോളുടെ ലൈഫിൽ കാര്യം? കഥ വായിക്കുന്ന പെൺപിള്ളേരെ വളച്ചെടുക്കലാണോ റൈറ്റേഴ്സിൻ്റെ പരിപാടി? കൊള്ളാമല്ലോ. ഗാഥ തലകുനിച്ച് നിൽപ്പാണ്. ഒരു വിധത്തിലും തനിക്ക് പറ്റിയ ആളല്ല. ഇന്ന് ഈ പരിചയം അവസാനിപ്പിക്കണം. ഗാഥ കേട്ടോ? കേട്ടു. സമ്മതിച്ചില്ലേ? അറിയില്ല. രേഖ നിശബ്ദയായി. രണ്ടുപേരും പരസ്പരം തീരെ പരിചയമില്ലാത്ത രണ്ടുപേരെ പോലെ കുറേ നടന്നു. രേഖയാണ് പിന്നെയും തുടങ്ങിയത്. എന്തറിയാം നിനക്ക് ഗൗതം രാഘവനെ പറ്റി? വീടുണ്ട്, അമ്മയുണ്ട്, ഒരു ചേച്ചിയുണ്ട്, മദ്യപാനവുമുണ്ട്. സർക്കാർ ഉദ്യോഗമുണ്ടായിരുന്നു. എഴുത്തിനു വേണ്ടി അതുപേക്ഷിച്ചു. വയസ്സ് 38. രേഖ ചോദിച്ചു, ഇതെല്ലാം കേട്ടിട്ടും നിനക്ക് ആ മനുഷ്യനോട്? ഇതെല്ലാം എന്ന് വെച്ചാൽ ഇതിലെന്താ കുഴപ്പം? എല്ലാം കുഴപ്പമല്ലേ? വീടും അമ്മയും ചേച്ചിയും ഒഴിച്ചാൽ ബാക്കിയെല്ലാം കുഴപ്പമല്ലേ? ജോലിയില്ല എന്ന് വെച്ചാൽ സ്റ്റഡി ഇൻകമില്ല. കള്ളുകുടിയൻ, നിന്നേക്കാൾ 17 വയസ്സ് കൂടുതൽ. എങ്ങനെ ശരിയാകും ഗാഥേ? എങ്ങനെ തെറ്റാകും രേഖേ? ഗാഥ ചോദിച്ചു. എൻ്റെ അച്ഛന് അമ്മയേക്കാൾ 14 വയസ്സ് കൂടുതലുണ്ട്. അവർക്കിടയിൽ അതൊരു പ്രശ്നമേയല്ല. അച്ഛൻ വല്ലപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം കുടിക്കാറുണ്ട്. വീട്ടിൽ മദ്യം സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിലിരുന്നും കുടിക്കും. ജോലി കളഞ്ഞത് മാത്രമാണ് ഗൗതം സാറിന് ആകെയുള്ള മൈനസ് പോയിന്റ്. പക്ഷേ ഗൗതം രാഘവൻ്റെ നോവൽ ഇപ്പോൾ 80ാമത്തെ എഡീഷനാണ്. നിനക്കറിയാമോ? സാധാരണ മനുഷ്യർക്കല്ലേ സർക്കാർ ജോലി? എഴുത്തുകാർ സാധാരണ മനുഷ്യരല്ല. അവരെഴുതിയ പുസ്തകങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുക. ഫ്രീ ആണവർ, ഫ്രീ ബേഡ്സ്. ഒരു ഓഫീസിനും ഒരു ഫയലിനും അവരെ പൂട്ടിയിടാനാവില്ല. ഇതൊക്കെ അയാൾ പറഞ്ഞു തന്നതാവും. അതെ, നീ അത് വിശ്വസിച്ചു. അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ഭുതത്തിൽ മുങ്ങി ശ്വാസം മുട്ടി രേഖ കൂട്ടുകാരിയുടെ വാക്കുകൾ കേട്ടുനിന്നു. നടന്ന് നടന്ന് അവർ രേഖയുടെ വീടിന് മുന്നിലെത്തിയിരുന്നു. അടുത്ത തെരുവിലാണ് ഗാഥയുടെ വീട്. അയാൾ മാന്ത്രികനാണ്. നിന്നെ അയാൾ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുന്നു, രേഖ പറഞ്ഞു. സത്യം, സത്യമാ നീ പറഞ്ഞത്. ഞാൻ ഹിപ്നോട്ടൈസ്ഡ് ആയിരിക്കുന്നു. ഗാഥ ചിരിച്ചു. അത് കണ്ട് രേഖ ആശങ്കയോടെ പറഞ്ഞു, പക്ഷേ ഗാഥേ, പിന്നെയും ഞാൻ നിന്നോട് പറയുകയാ, ശരിക്കാലോചിക്ക്. എല്ലാ വശവും ആലോചിക്ക്. നിന്നോടെനിക്ക് അത്ര സ്നേഹമുള്ളതുകൊണ്ട് പറയുക, എടുത്തു ചാടരുത്. ഗാഥ മൂളി. പിന്നെ വീട്ടിലേക്ക് നടന്നു. പക്ഷേ നടക്കുമ്പോൾ ഇനി രേഖയുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് ഗാഥ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെയാണ് അവൾ മനഃശാസ്ത്രജ്ഞനിലേക്ക് തിരിഞ്ഞത്. കോളേജിലേക്ക് നടക്കുകയാണ് അവർ. ഗാഥ മാറോട് അമർത്തിപ്പിടിച്ച ഫയലിനുള്ളിൽ ആ കത്തുണ്ട്. രേഖ കാണാതെ അത് പോസ്റ്റ് ബോക്സിലിടാൻ അവൾ നന്നേ ബുദ്ധിമുട്ടി. പിന്നെ കാത്തിരിപ്പായി. 3 ആഴ്ചകൾ കഴിഞ്ഞു മാത്രമേ വാരികയിൽ അവളുടെ കത്തും മനഃശാസ്ത്രജ്ഞൻ്റെ മറുപടിയും വന്നുള്ളൂ. മറുപടി വായിച്ച ഗാഥയ്ക്ക് അതുവരെ ആ മനുഷ്യനോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ പോയി. ഇതായിരുന്നു മറുപടി. കുട്ടി, കത്ത് വായിച്ചു. ചോദ്യത്തിന് ഉത്തരമിതാ. കഥയും ജീവിതവും രണ്ടാണ്. ജീവിതത്തിൽ നിന്നാണ് കഥ വരുന്നത്. പക്ഷേ കഥയിൽ നിന്ന് ജീവിതമുണ്ടാവുകയില്ല. കഥയല്ല ജീവിതം. കഥാകാരനല്ല പച്ച മനുഷ്യൻ. വ്യത്യസ്തരായിരിക്കും അവർ. ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ വ്യക്തിത്വങ്ങൾ, ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ. നിലാവും പൂക്കളും മാത്രമല്ല കുട്ടി ജീവിതത്തിൽ. ഇരുട്ടും വിഷപ്പാമ്പുകളും കൂടിയുണ്ട്. സൂക്ഷിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കഥ വായിക്കുമ്പോൾ കഥയിലേക്ക് മാത്രം കയറുകയും കഥാകൃത്തിലേക്ക് കയറാതിരിക്കുകയുമാണ് നല്ലത്. കഥ വായിച്ച ശേഷം കഥാപുസ്തകം അലമാരയിലേക്ക് മാറ്റുക. ഇപ്പോൾ വിദ്യാർത്ഥിനിയല്ലേ,
പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിയൊക്കെ നേടുക. രക്ഷിതാക്കൾ കുട്ടിക്ക് പറ്റിയൊരാളെ കണ്ടെത്തിത്തരും. കഥയുള്ളൊരു പ്രായോഗികവാദിയെ, 2 മുഖങ്ങളില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ. വാരികയിലേക്ക് ഗാഥ തുറിച്ചു നോക്കി അത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുമ്പോൾ അവൾ സ്വയം പറഞ്ഞു, ഡോക്ടർ, ഇനി നിങ്ങൾക്ക് ഞാൻ കത്തെഴുതില്ല, നിങ്ങളുടെ ബുക്ക് വായിക്കില്ല. കാരണം നിങ്ങൾ എൻ്റെ സഹായിയല്ല, ശത്രുവാണ്. മനഃശാസ്ത്രജ്ഞൻ ശത്രുവായി തീർന്നതിൻ്റെ പിറ്റേന്ന് ഗാഥയ്ക്ക് ഒരു ശത്രു കൂടി ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു 2ാം ശത്രുവിൻ്റെ വരവ്. സംഭവം ഇങ്ങനെയായിരുന്നു. വൈകിട്ട് കോളേജിൽ നിന്ന് വീടെത്തുമ്പോൾ മുറ്റത്ത് നീലമേഘം പറന്നിറങ്ങിയ പോലെ ഒരു സ്വിഫ്റ്റ് കിടക്കുന്നത് ഗാഥ കണ്ടു. പെട്ടെന്ന് വിശ്വനാഥൻ നായരുടെ പൊട്ടിച്ചിരി കേട്ടു. പൊതുവെ ഗൗരവക്കാരനാണ് അച്ഛൻ, ഗാഥ ഓർത്തു. സർവീസിലിരിക്കുമ്പോഴും കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്ത ശേഷവും പ്രൊഫസർ വിശ്വനാഥൻ നായരുടെ ഗൗരവം ഒരുപോലെ തന്നെ. ആ ഗൗരവക്കാരനെ പൊട്ടിച്ചിരിപ്പിക്കാനെത്തിയ ക്ലൗൺ ആര്? വരാന്തയിലേക്ക് കയറിയതും ഗാഥയ്ക്ക് ആളെ മനസ്സിലായി. തൃശ്ശൂരിൽ നിന്ന് അരവിന്ദൻ അങ്കിൾ, വിശ്വനാഥൻ നായരുടെ പഴയ സഹപ്രവർത്തകൻ. ഒന്നിച്ച് 15 കൊല്ലം ജോലി ചെയ്തയാൾ. മാത്രമല്ല കുടുംബ സുഹൃത്ത് കൂടിയാകുന്നു. സർവീസിലിരിക്കുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ രംഗത്ത് കൈവച്ചിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തതോടെ പൂർണ്ണ ബിസിനസ്സുകാരനായി. ലാറി ബേക്കറിന് ശേഷം ചെലവ് ചുരുങ്ങിയ വീട് എന്ന പദ്ധതിയുടെ പുതിയൊരു മുഖവുമായിട്ടാണ് അരവിന്ദ മേനോനും മേനോൻ്റെ ഹോം ഡ്രീംസ് എന്ന സ്ഥാപനവും. ഗാഥ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും വിശ്വനാഥൻ നായർ വാതിൽക്കലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, ദാ വന്നടോ തനിക്ക് കാണേണ്ടവൾ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അരവിന്ദ മേനോൻ ആഹ്ലാദത്തോടെ ചാടി എഴുന്നേറ്റു. ഗാഥമോളെ എന്ന് വിളിച്ച് പാഞ്ഞു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ട്രിവാൻഡ്രത്ത് ഇന്ന് 5:30 എത്തേണ്ടതാ അങ്കിളിന്. എന്നാലും വന്ന സ്ഥിതിക്ക് നിന്നെ കണ്ടിട്ടേ പോണുള്ളൂ എന്ന് തീരുമാനിച്ചതാ അങ്കിള്. ഇവള് മഹാസുന്ദരിയായി പോയല്ലോ വിശ്വ. ഏതെണ്ണയാ മോളെ തലേ തേക്കണേ? അത് കേട്ടതും വിശ്വനാഥൻ നായർ പൊട്ടിച്ചിരിച്ചു. ശാരദാമ്മയും ചിരിച്ചുപോയി. പുതുമയുള്ള ഫലിതമല്ലെങ്കിലും ഗാഥയും ചിരിച്ചു. വാ ഇവിടെ വന്നിരിക്കെ. അരവിന്ദ മേനോൻ ഗാഥയെ കൂട്ടിക്കൊണ്ടുവന്ന് സോഫയിൽ തൻ്റെ അടുത്തിരുത്തി. പിന്നെന്തൊക്കെയാ മോളെ വിശേഷങ്ങൾ? പഠിത്തമൊക്കെ എങ്ങനെ പോണു? ഇപ്പോൾ PG ഫൈനൽ ഇയർ അല്ലേ? അല്ലെങ്കിൽ പ്രീവിയസാ? വത്സല എപ്പോഴും പറയും ഇവിടെ ഒന്ന് വരണം, ഗാഥയെ കാണണമെന്ന്. പുറപ്പെടാൻ നേരമാകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരും. ഇപ്പം തന്നെ നോക്കിയേ, ഞങ്ങൾ ഒന്നിച്ച് വരാനിരുന്നതാ. ഉടനെ അവൾക്ക് ചെങ്ങണ്ട് തുടങ്ങിയോന്നൊരു ഡൗട്ട്. ഇനി ഇവിടെ വന്ന് നിങ്ങളെ കൂടി കഷ്ടത്തിലാക്കണ്ടെന്ന് പറഞ്ഞ് അവൾ തന്നെ പിന്മാറി. രസമതല്ല, ബാംഗ്ലൂരിലേക്ക് വിളിച്ച് വിവേകിനോട് പറഞ്ഞിരിക്കുന്നു, അമ്മയ്ക്ക് ഭീകര ചെങ്ങണ്ടാ മോനെ, ഈ മാസം നീ വരികയും വേണ്ടാന്ന്. അവനാണെങ്കിൽ ചെങ്ങണ്ണല്ല ചീങ്കണ്ണിയുണ്ടെന്ന് പറഞ്ഞാലും അമ്മയെ കാണാൻ എത്തിയിരിക്കും. അമ്മയുടെ പെറ്റല്ലേ, ഇൻഫോസിസിലെ വലിയ ഉദ്യോഗസ്ഥനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും അവളൊരു തൊട്ടിൽ കെട്ടിക്കൊടുത്ത അതിൽ കയറി കിടന്നു കളയും കുറുമ്പൻ. വിശ്വനാഥൻ നായർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. സംസാരത്തിൻ്റെ ഈ ഘട്ടം വരെയും അരവിന്ദ മേനോൻ ഗാഥയുടെ നല്ലവനും സരസനുമായ അങ്കിളായിരുന്നു, മിത്രമായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷം മാറി. ഇടിയും മിന്നലുമുണ്ടായി, കൊടുങ്കാറ്റായി, സുനാമിയുണ്ടായി. അരവിന്ദ മേനോൻ്റെ ഒരേ ഒരു ചോദ്യമാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചത്. അപ്പോൾ വിശ്വ, ഇനി ഞാൻ ഇറങ്ങുവാണ്. അതിനു മുമ്പ് ഒരു പ്രധാന ചോദ്യം. PG കഴിഞ്ഞിട്ട് ഇവളെ കെട്ടിക്കുമെന്ന് വാശിയൊന്നുമില്ലല്ലോ? അത് കേട്ടതും ഗാഥയുടെ തലയിൽ എന്തോ മിന്നി. ഏയ്, അങ്ങനെ വാശിയൊന്നുമില്ല. വിശ്വനാഥൻ നായർ ചിരിച്ചു. നല്ല പ്രപ്പോസൽ വന്നാൽ അപ്പോൾ നടത്തും. എങ്കിൽ തൃശ്ശൂരിൽ നിന്നൊരു നല്ല പ്രപ്പോസൽ വന്നിരിക്കുന്നു. പയ്യന് ബാംഗ്ലൂരില്ല ജോലി, ഒറ്റമോൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. നല്ല വിവേകമുള്ള പയ്യനാ. പേരും അത് തന്നെ, വിവേക് മേനോൻ. തറവാടും ഗുഡ്. അവൻ്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. താൻ ആലോചിക്കുമോ വിശ്വ? ഗാഥ ഞെട്ടി. വിശ്വനാഥൻ നായർ പറഞ്ഞു, ആലോചിക്കില്ല. ഇല്ലേ? ഇല്ല, തീരുമാനിക്കും. നോ, തീരുമാനിച്ചു. വിശ്വനാഥൻ നായർ അലറിച്ചിരിച്ചു. ഒപ്പം അരവിന്ദ മേനോനും. ആ നിമിഷം അരവിന്ദ മേനോൻ എന്ന അരവിന്ദൻ അങ്കിൾ അവളുടെ 2ാം ശത്രുവായി. രാത്രി
മുമ്പൊരിക്കലും ഒരു രാത്രിയും ഗാഥയെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ടില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേടെന്താണ്? ഗാഥയോർത്തു. നമ്മളൊന്ന് സ്വപ്നം കാണുക, ഒടുവിൽ അതിനെ കഴുത്ത് ഞെരുക്കി കൊന്ന് കുഴിച്ചു മൂടി മറ്റുള്ളവരുടെ സ്വപ്നത്തിന് യെസ് മൂടുക. ഈ വീട്ടിൽ മറ്റു പല വീടുകളിലെയും പോലെ രക്ഷിതാക്കൾ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ പദ്ധതി നടക്കുമെന്ന് കരുതണ്ട. ഗാഥ പിറുപിറുത്തു. അടുത്ത ഭാഗം നാളെ.